എല്ലാവർക്കും ആലുവാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലവിധ കാരണങ്ങളാൽ മാറ്റിവെക്കാൻ പറ്റണത് നമ്മുടെ കാര്യങ്ങൾ മാത്രമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും മുറ പോലെ നടക്കണം. അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓരോരോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനോ സമയം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിടാനോ ഒന്നിനും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് പല ദിവസങ്ങളിൽ എടുത്തു വെച്ചിരുന്ന വീഡിയോസ് എല്ലാം കൂടി ചേർത്ത് ഒരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ അന്ന് തയ്യാറാക്കിയ കറികളും പിന്നെ ഒരു അച്ചാറിട്ടതും അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ വീഡിയോസ് ഇടാത്തത് കൊണ്ട് വ്യൂസും ഒരുപാട് കുറഞ്ഞു പോയി. അപ്പോൾ ആദ്യം തന്നെ രാവിലെ ഞാൻ ഒന്ന് കറക്റ്റായിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. പള്ളിയിൽ പോയി വന്നതിന് ശേഷം ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്താണ്. അപ്പോൾ അതിലേക്ക് കടുകും നമ്മുടെ ഉഴുന്നുപരിപ്പും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം പച്ചക്കറികൾ ചേർത്താണ് ഉണ്ടാക്കാറ്. കാരണം എങ്ങനെയായാലും ഉപ്പാവ് കഴിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ പച്ചക്കറികളും കൂടി അകത്ത് പോകില്ലെന്ന് വെച്ച് കുറച്ച് ക്യാരറ്റും ബീൻസും സവാളയും പിന്നെ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ്, ഇപ്പം ഇന്ന് ക്യാബേജ് ചേർത്തിട്ടില്ല, അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം റോസ്റ്റഡ് റവയാണെങ്കിൽ എന്നാലും ഒന്നും കൂടി 1.5 കപ്പ് 1.25 കപ്പിൻ്റെ അടുത്ത് റവ എടുത്തിട്ടുണ്ട്. ഒന്നും കൂടി അതിൻ്റെ കൂടി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കും. നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.25 കപ്പ് ആയതുകൊണ്ട് ഞാൻ ഒരു 3.25 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പതിയെ സിമ്മിൽ വെച്ച് വേവിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന ഉപ്പുമാവിനേക്കാൾ അധികം ഇഷ്ടം പുട്ട് പോലെ ഇരിക്കുന്ന ഉപ്പുമാവാണ്. അപ്പോൾ അത് റെഡി ആവട്ടെ. അപ്പോൾ അതിന് കറിയായിട്ട് തലേദിവസം കൂർക്കയിറച്ചിയും വെച്ച കുക്കർ, അതിലൊരു ഇത്തിരി കറി, ഒരു നുള്ള് അതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ച് ഒപ്പിക്കുക എന്നുള്ള ധാരണയിൽ കണ്ട അത്രയേ ഉള്ളൂ. അതിരിപ്പുണ്ട്. പിന്നെ കുറച്ച് പപ്പടം വറുത്തെടുക്കാമെന്ന് വിചാരിച്ച്. പപ്പടം വറക്കണത് എന്നും ഈ ചട്ടിയിലായതുകൊണ്ട് ആ ചട്ടി ഇങ്ങനെ ഇരിക്കണേ കേട്ടോ. പപ്പടം വറുക്കാനായിട്ട് ഇട്ടപ്പോൾ അത് കൊമളച്ച് പോകുന്നതുകൊണ്ട് ഞാൻ വേഗം പപ്പടത്തിൻ്റെ നടുക്കൊരു കുത്തിയിട്ടാണ് പിന്നെ ബാക്കിയുള്ളത് വറുത്തെടുത്തത്. പുട്ടും പപ്പടവും പഴവും ചേർത്ത് കഴിക്കാൻ, പുട്ടല്ല സോറി, ഉപ്പുമാവും പപ്പടവും പഴവും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് 2 ഗസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ കറിയൊന്നും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല. വേഗം തന്നെ ഇത്തിരി പോർക്കിറച്ചി ഇരിപ്പുണ്ടായിരുന്നു. അത് വേഗം ഒന്ന് കുറച്ച് തേങ്ങാക്കുത്തും കൂടി ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഉപ്പും എല്ലാം ചേർത്ത് ഞാൻ ഈ ചട്ടി തന്നെയാണ് അടുപ്പത്ത് വെച്ചത്. കാരണം ബാക്കി പരിപാടിക്കുള്ള സാധനങ്ങൾ ഐസ് വിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പതുക്കെ അവിടെ ഇരുന്ന് ആവട്ടെ 12 മണിയൊക്കെ ആകുമ്പോഴേക്കല്ലേ എത്തുള്ളൂ എന്നുള്ള ധാരണയിൽ പിന്നെ വേഗം തന്നെ ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇതുപോലെ വാട്ടിയെടുക്കുന്നുണ്ട്. കുറച്ച് ബീഫ് ഇരിപ്പുണ്ട്. അപ്പോൾ അത് 2 തരത്തിൽ കറി വയ്ക്കാമെന്നുള്ളൊരു ധാരണയിൽ ആദ്യം ഇതൊന്ന് സെറ്റാക്കിയിട്ട് ഇറച്ചി ഞാൻ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചാറ് പോലെ ഉരുളക്കിഴങ്ങ് ചേമ്പ് എന്തെങ്കിലും ഇട്ട് പാല് കറി വയ്ക്കാമെന്നുള്ള ധാരണയിൽ. അപ്പോൾ അത് ഇവിടെ ഇരുന്ന് സെറ്റായിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇറച്ചി വേവിച്ചെടുത്ത് കുറച്ച്, അതായത് വേവിച്ച ഇറച്ചിയിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള ഇറച്ചി, ഇനി ഇറച്ചിയും അരപ്പ് മസാലകൾ നമ്മൾ പൊടികളൊക്കെ ചേർത്തില്ലേ, സവാള ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി കിടന്ന് ഒന്ന് സെറ്റാവട്ടെ. ആ നേരം കൊണ്ട് വേഗം തന്നെ പോയി തേങ്ങ ചിരണ്ടി അടിച്ചു പിഴിഞ്ഞ് പാലെടുത്തുകൊണ്ട് വരണം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് ഈ അരപ്പി കിടന്ന് ഇറച്ചിയിലേക്കെല്ലാം, ഞാൻ ഇറച്ചി അടുപ്പത്ത് വെച്ചപ്പോൾ തന്നെ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഇത്തിരി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടാണ് കേട്ടോ വേവിക്കാൻ വെച്ചത്. അതവിടെ കിടന്ന് സെറ്റായി വന്ന് ആ നേരം കൊണ്ട് ഉരുളക്കിഴങ്ങ് നന്നാക്കി എടുത്ത് നോക്കിയപ്പോൾ 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഉണ്ടായുള്ളൂ. അതും കൂടി ഇട്ട് അടുപ്പത്ത് വെച്ച് ഇനി അതവിടെ ഇരിക്കട്ടെ. അതിനിടയ്ക്ക് തേങ്ങ ചിരണ്ടി എടുത്ത് പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും അങ്ങോട്ട് എല്ലാ അരപ്പും കൂടി കിടന്നൊന്ന് സെറ്റായതിന് ശേഷം നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇറച്ചി വന്നേക്കണോണ്ട് തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ വേവല്ലേ ബാക്കിയുള്ളൂ. 2ാം പാൽ ഒഴിച്ചു കൊടുത്ത് ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് നമുക്ക് വെന്ത് തിളച്ച് വറ്റി വരണം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ രുചിയില്ല എന്നല്ല ഞാൻ പറയണത്, രുചിയുണ്ട്. എന്നാലും നമ്മൾ ചട്ടിക്കലത്തിലോ ഉരുളിയിലൊക്കെ ഇതുപോലെ എല്ലാം തേങ്ങാപ്പാലും എല്ലാം ചേർത്ത് മസാല എല്ലാം ചേർത്ത് ഇറച്ചി വേവിച്ച് കറി വയ്ക്കണതിന് വേറൊരു ടേസ്റ്റാണ്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രുചി തന്നെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇപ്പോൾ അതെല്ലാം കൂടി തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉപ്പും പുളിയും ഇതൊക്കെ നോക്കുക. എരിവോ മസാലപ്പൊടിയോ വല്ലതും പോരായിക്കുണ്ടെങ്കിൽ എരിവ് കുറവുണ്ടെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടിയൊക്കെ നോക്കി ഒന്നും കൂടി തിളച്ച് വറ്റി വരുമ്പോൾ ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ഒരുപാട് ചിരണ്ടി എടുക്കണമല്ലോ. അപ്പോൾ
അതവിടെ ഇരുന്ന് സെറ്റാവുന്നുണ്ട്. ആ നേരവും കൊണ്ട് ഞാൻ വേഗം തന്നെ ഒരു ചെറിയ ഒരു ചെറിയ ഫ്രൈങ് പാനിൽ നമ്മുടെ സവാള വഴറ്റി നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് എടുത്തിട്ട് ഈ ചട്ടിക്കലത്തിൽ വെന്തുകൊണ്ടിരിക്കണ പോർക്കിറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അരപ്പും അതെല്ലാം കൂടി ചേർന്ന് നല്ല റോസ്റ്റായിട്ട് കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാവരും കൂടി അവിടെ കിടന്ന് ഈ അരപ്പിൽ കിടന്ന് ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ മറ്റേ കറിയും റെഡി ആവുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് വേറെയും പണികളുണ്ട്. അപ്പം അതിനിടയിൽ കൂടി ഇത് ചോറും വെച്ച് പിന്നെ എന്താ പറയുക, വെറുതെ മോര് നമ്മളിങ്ങനെ മഞ്ഞച്ചാറ് പോലെ താളിച്ചെടുക്കൂലേ, വെറുതെ ഈ ഒരു 2-3 ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടി വാട്ടിയിട്ട് ഒരു 2 സ്പൂൺ തേങ്ങയും തൈരും ചേർത്തരച്ച് അതിലേക്ക് ചേർത്തൊരു ചാറ് വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ അതും അതിനിടയ്ക്ക് ഞാൻ റെഡിയാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ട പോർക്കിറച്ചി നല്ല മെഴുമെഴുന്നിരിക്കുന്നുണ്ട്. കറി നമ്മുടെ സെറ്റായിട്ടുണ്ട്. ഞാൻ എല്ലാം നോക്കിയപ്പോൾ എല്ലാം പാകമാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു ഇത്തിരി വിരുന്നാർക്ക് കൊടുക്കുമ്പോൾ അധികം വെള്ളത്തിൽ നീട്ടി കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്, നമുക്ക് വീട്ടിലേക്ക് എടുക്കാനാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പുട്ടിന് വരെ കണക്കാക്കിയും വെള്ളം ചേർത്തൊക്കെ റെഡിയാക്കി എടുക്കും. പക്ഷേ ഇത് വിരുന്നാർക്ക് കൊടുക്കുമ്പോൾ ഇത്തിരി മെനക്കുണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉരുളക്കിഴങ്ങൊന്നൊന്ന് വെന്നാൽ നോക്കിയപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഒന്നും കൂടി എല്ലാം പാകമാണെന്ന് നോക്കിയിട്ട് തലപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് താളിച്ചെടുക്കാം, അത് മതി. അപ്പോൾ അത് ആ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെന്ത് കറിയെല്ലാം സെറ്റായിട്ട് ഇച്ചിരി നേരം ഇരുന്ന് കഴിയുമ്പോഴാണ് നല്ല രുചി കിട്ടണത് എല്ലാത്തിനും. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് അപ്പോൾ അത് തിളച്ചു, ഒരു തിള വന്നിട്ടുണ്ട് തലപ്പാൽ ഒഴിച്ചതിന്. അധികം തിളയ്ക്കണ്ടല്ലോ, സ്റ്റൗ ഓഫ് ചെയ്തിടാം. അതിനുശേഷം നമ്മൾ ഉള്ളിയും മുളക് പൊടിയും ഇത്തിരി മുളക് പൊടി, ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ വേപ്പിലുണ്ടെങ്കിൽ വേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇവിടെ പിന്നെ വേപ്പില വാങ്ങൂല, നമ്മുടെ കയ്യിലുള്ള ചെടിയുമേന്ന് ഊരാൻ പറ്റുന്നതല്ലേ നമുക്ക് ഊരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ വേപ്പില എടുക്കുകയുള്ളൂ. അപ്പോൾ ആ കറിയും സെറ്റായിട്ടുണ്ട്. മറ്റത് നമ്മുടെ പോർക്കിറച്ചിയും സെറ്റായിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തിരി അച്ചിങ്ങ വെളുത്തിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മോര് മഞ്ഞച്ചാറ് വെച്ചെന്നു, അതും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായപ്പോൾ ഞാൻ നമ്മുടെ മസാലപ്പൊടി നോക്കിയപ്പോൾ ഒട്ടുമില്ല, തീർന്നിരിക്കുകയാണ്. അപ്പോൾ മുഴുവൻ മസാല ഇതുപോലെ വാങ്ങിയിട്ട് നമ്മൾ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിക്കുകയാണ്, മിക്സിയിൽ പൊടിച്ചെടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ വെയിലത്ത് മുറത്തിൽ പേപ്പർ ഇട്ട് ഉണങ്ങാൻ വെച്ചിട്ട് അങ്ങനെയും പൊടിച്ചെടുക്കും, നല്ല വെയിലുണ്ടെങ്കിൽ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെയിൽ ഇത്തിരി ഡിമ്മല്ലേ. അപ്പം ഞാൻ ഇത് എല്ലാവരും കൂടി ഒന്ന് നല്ല കട്ടിയുള്ളൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട്, ഒരു കൈയളവാണ് എല്ലാത്തിനും, നമ്മളെപ്പോഴും ചെയ്യണത് കൊണ്ട് ഒരു കൈയളവായിരിക്കുള്ളൂ എടുക്കണതൊക്കെ. പട്ട, കരയാമ്പൂ, ഏലക്കായ, പിന്നെ മറ്റേ നമ്മുടെ ഈ ഇലയില്ലേ, വഴനയിലാന്ന് എന്താ പറയൂലേ, ഈ ഇല ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്ത്. പിന്നെ പൂ പോലെ ഇരിക്കണ കമ്മൽ പോലെ ഇരിക്കുന്ന ഒരു സാധനമില്ലേ, അത് ഞാൻ ചേർക്കാറില്ല, വല്ലപ്പോഴൊക്കെ ചേർക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാവരും കൂടി ഇട്ടൊന്ന് ചൂടാക്കി. കാരണം ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെരുംജീരകം ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പം അത് ചൂടായതിന് ശേഷം പെരുംജീരകം ചേർത്ത് സിമ്മിലിട്ട് കുറച്ച് നേരം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത്. കാരണം ഒരുപാട് ചൂടിലിട്ട പെരുംജീരകമൊക്കെ കരിഞ്ഞു പോകില്ല. അപ്പോൾ അതവിടെ ഇരിക്കേണ്ട, അത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത്തിരി മീൻ അച്ചാറിടണമായിരുന്നു. അപ്പോൾ അതാണ് ഫ്രൈങ് പാനിൽ ഓയിലാണ് ഒഴിച്ചേക്കണത്. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് തയ്യാറാക്കാറ്. അപ്പോൾ മീൻ ഇത് വെള്ളച്ചൂരയാണ്. 2 വലിയ മീൻ വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ ക്ലീൻ ചെയ്ത് നുറുക്കിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ തലയും ബാക്കി ഭാഗങ്ങളെല്ലാം കൂടി വെറുതെ നല്ലപോലെ പുളിയും ഉപ്പുമൊക്കെ ചേർത്ത് പറ്റിച്ചിട്ടാണ് 2 കപ്പ പുഴുങ്ങിയത് കൂട്ടി വേറെ ദിവസം കഴിക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ അച്ചാറിടാനുള്ള മീൻ മാത്രം നന്നാക്കി എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുവിധം അത്ര വലിയ പീസായിട്ടല്ലല്ലോ എടുക്കണം. ഇതുപോലെ നിരത്തിയിട്ട് കഴിഞ്ഞിട്ട് ഒരു വശം മൂത്ത് കഴിയുമ്പോൾ മറുവശം മറിച്ചിടാനായിട്ട് ഞാൻ വെറുതെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയുള്ളൂ. ആ നേരം കൊണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 1.5 ബൾബോളം വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തും എടുക്കേണ്ട. അപ്പോൾ എന്നാലല്ലേ ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് ഇത്തിരി കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ചേർക്കണത്. അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ളത് ഇതുപോലെ ചതച്ച് ചേർത്താലും മതി ഇട്ടാ, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോഴേക്കും നമ്മുടെ മസാല ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് എല്ലാ വലിയ പീസസും ഇതുപോലുള്ള പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം കൂടി ഒരു നല്ല കനമുള്ളൊരു കവറിലേക്ക് ഇട്ടിട്ട്
ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറ്. കാരണം ഇതുപോലെ തന്നെ മിക്സിയിലേക്കിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ പണി തീർന്നാലോ എന്ന് പേടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചതച്ച് കൊടുക്കും. വലിയ വലിയ പീസസൊക്കെ ഒരു കട്ടിയുള്ള കവറിലിട്ട് ചതച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കും. ഇപ്പോൾ ഇതുപോലെ ചെറിയ പീസായല്ലോ, അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും മൊത്തത്തിൽ വന്നേക്കണത് നമ്മുടെ പട്ടയം ഇതൊക്കെയല്ലേ ഉള്ളൂ. അപ്പോഴേക്കും മീൻ ഒരു വശം മൂത്തിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് തീരെ മറിയാത്തത് മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അല്ലാണ്ട് ഇത്രയും കഷ്ണങ്ങൾ മറിച്ചിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഓരോന്നോരോന്ന് ഇതുപോലെ മറിയാത്തതൊക്കെ മറിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് ഇളക്കി ഇളക്കി നല്ല പോലെ മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇത് ഇത്തിരി സമയം എടുക്കണ കാര്യമാണല്ലോ. കാരണം അത്രയും മീനൊക്കെ വറുത്തെടുക്കണമെന്ന് പറയുന്നത് അത്യാവശ്യം സമയം എടുക്കും. അപ്പോഴേക്കും ഞാൻ മിക്സിയിൽ പൊടിച്ച് ആ വലിയ വലിയ പീസസൊക്കെ പൊടിച്ചത് ഒരു മുറം വെച്ചിട്ട് പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ ബാക്കിയുള്ളതിട്ട് പൊടിച്ചെടുത്ത്. അപ്പോൾ ഒരു ട്രിപ്പ് മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനെ കാണിക്കുമ്പോൾ ഫ്രൈങ് പാനിൻ്റെ ഇത് പോവും, സ്റ്റീലിൻ്റെ കയ്യിലിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് പതുക്കെ വേദനിപ്പിക്കാണ്ടാണ് എടുക്കണത് കേട്ടോ. ഇതുപോലെ പതുക്കെ ടച്ച് ചെയ്യാത്തോണം എടുക്കുക. ഇപ്പോൾ സ്പീഡ് ലാപ്പിൽ കാണിക്കുമ്പോൾ ഇതുപോലെ തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക്. ഞാൻ വളരെയധികം സൂക്ഷിച്ചാണ് ചെയ്യണത്. ഇനി അടുത്ത ട്രിപ്പ് മീനിട്ട് കൊടുക്കുക അതുപോലെ തന്നെ. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കും. മൊരിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഇളക്കിയിട്ടിട്ട് നമുക്ക് എല്ലാ വശവും മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഫ്രൈങ് പാൻ വലുതായതുകൊണ്ട് തന്നെ 2 ട്രിപ്പ് കൊണ്ട് തീർന്നു. അപ്പോൾ നമ്മുടെ മസാലപ്പൊടി അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇനി നമുക്കത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പൊടിച്ചത് പട്ട മാത്രമല്ലേ, പട്ടയും ഇലയും ഇതെല്ലാം കൂടി പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി മിക്സ് ആവണമല്ലോ. അതുകൊണ്ട് എല്ലാം പൊടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഒന്നില്ലെങ്കിൽ അരിച്ചെടുത്താൽ മതി അരിപ്പയിലിട്ട്. പക്ഷേ അരിപ്പയിലിട്ട് അരിക്കാനുള്ള മടിയൊക്കെ കാരണം ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. അപ്പം മീൻ അവിടെ വറക്കണമുണ്ട്, അത് കരിഞ്ഞു പോകാതെ എടുക്കുകയും ചെയ്യുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് കുറച്ചധികം ഒരു കുപ്പിയിലിട്ട് വയ്ക്കും. പിന്നെ ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളത് ഒരു ചെറിയ കുപ്പിയിലേക്ക് പകർത്തുകയാണ് ചെയ്യണത്. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം തുറക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ പോകില്ലേ. അപ്പോൾ ഒരു 3/4 ഭാഗം ഒരു വലിയ കുപ്പിയിലിട്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ ചെറിയ കുപ്പിയിലാക്കും. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കുറച്ച് ബീഫ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ആ മസാല ചൂടാക്കിയ ആ ചട്ടി തന്നെ ഒന്ന് തൂത്തെടുത്തിട്ട് അതിലേക്ക് ഇത്തിരി പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് 2-3 സവാളയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കുക. ഇതൊക്കെ പിടിപിടിയെന്ന് ചെയ്യണമല്ലോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അച്ചാർ എനിക്ക് അവർ പോകുമ്പോൾ കുറച്ച് കൊടുത്തു വിടാനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതും അതിൻ്റെ ഇടയിൽ കൂടി ചെയ്തത്. വൈകുന്നേരം ആയപ്പോഴാണ് പോയത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇത് അതിനിടയ്ക്ക് ചെയ്ത പരിപാടികളാണ്. ഇത്തിരി ബീഫ് എടുത്ത് ആ നമ്മൾ വേവിച്ചതിൽ നിന്ന് തന്നെ കുറച്ച് മാറ്റി വെച്ചെടുത്ത് ഇത്തിരി റോസ്റ്റ് ചെയ്യാൻ കൂടി ചെയ്ത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. മീനും നോക്കുന്നുണ്ട് എല്ലാം അറ്റ് എ ടൈം 2, 3, 4 അടുപ്പിൽ വെച്ചാണ് ചെയ്യണത്. പിന്നെ ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 അടുപ്പിൻ്റെ ഒരു സ്റ്റൗവും 2 അടുപ്പിൻ്റെ നമ്മുടെ പഴയ സ്റ്റൗവും കളയാതെ സൂക്ഷിച്ചേക്കണോണ്ട് പറഞ്ഞ നേരം കൊണ്ട് പണികൾ തീരും. 5 അടുപ്പ് ഒരുമിച്ച് നിന്ന് കത്തിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, എല്ലാം പെട്ടെന്ന് കഴിയും നമുക്ക്. അത് കഴിഞ്ഞ് ഞാൻ ആ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യണത്. അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ല ഓയിൽ, അല്ലെങ്കിൽ ആ ഓയിൽ മാറ്റിയിട്ട് വേറെ പുതിയ ഓയിലിൽ ചെയ്യട്ടെ. ഞാനിപ്പോൾ എന്തായാലും അതിൽ തന്നെയാണ് ചെയ്തത്. കുറച്ച് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ എടുക്കണം മീനിൻ്റെ അളവിന് ആനുപാതികമായിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഒരുവിധം വാടി കഴിയുമ്പോൾ നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം കൂടി, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ വാട്ടിയെടുക്കണം. പച്ചമണം എല്ലാം മാറണം കേട്ടോ. അതിനുശേഷം പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. നല്ല പോലെ വാട്ടാം. അപ്പോൾ വേറെ പണിയൊക്കെ ഉണ്ടെങ്കിൽ സിമ്മിലിട്ട് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2-3 പണി ഒരുമിച്ചെടുക്കണോണ്ട് അങ്ങനെയാണ് ചെയ്തത്. പിന്നെ വീഡിയോസ് കറക്റ്റായിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല. നമുക്ക് ഓരോരോ തിരക്കുകൾ വരുമ്പോൾ മാറ്റി വയ്ക്കണത് നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് വീഡിയോ എടുക്കാൻ ഒന്നിനും പറ്റണില്ല. പിന്നെ ഫോൺ കംപ്ലൈൻറ്റ് ഇടയ്ക്കിടയ്ക്ക് വരണത് കൊണ്ട് അതങ്ങനെ. എന്നാലും നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സന്തോഷം, നമുക്കൊന്നും നേടിയിട്ടല്ല, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇടയ്ക്ക് പറ്റുമ്പോഴൊക്കെ വീഡിയോ എടുത്ത് കുറച്ച് സ്ട്രെസ് റിലീഫാണെന്നും കൂടി പറയാൻ വേണമെങ്കിൽ. അത്രയും ടൈം നമ്മൾ ഇതിന് വേണ്ടിയൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയും ചെയ്യും. എന്തായാലും ഇടയ്ക്ക് ഞാൻ ഓർക്കും തുടർച്ചയായിട്ട് ഇടണമെന്ന്, പക്ഷേ സാധിക്കണില്ല, അത്രേ ഉള്ളൂ. ആ നേരം കൊണ്ട് എന്തായാലും നമ്മുടെ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ
എല്ലാം നന്നായിട്ട് മൂത്തതേ കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു വന്നില്ലേ. ഇനി അതിലേക്ക് ഒരു 4-5 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒരു 3-3.5 സ്പൂണോളം എരിവുള്ള മുളക് പൊടിയും ഇത്തിരി കായപ്പൊടിയും ഒരു നുള്ളു മസാലപ്പൊടി ഇട്ടാൽ അത്രയും കൂടി ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർക്കുക, സിമ്മിലിടുക, നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. സിമ്മിലിട്ട് കൊടുക്കുക. തീ കൂട്ടി വെച്ചാൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ മസാലകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 3/4 കപ്പ് ചൊറുക്കയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. മീനച്ചാറായതുകൊണ്ട് പുളി ഇത്തിരി അത്യാവശ്യം നല്ല രീതിക്ക് വേണം. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ആവശ്യത്തിന് തിളച്ച വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരു 1-1.5 കപ്പോളം തിളച്ച വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാനെടുത്ത മീനിന് അത്രയും വെള്ളം ആവശ്യമായതുകൊണ്ടാണ് അത്രയും വെള്ളം ഒഴിച്ചത്. ഇനി കുറവാണെങ്കിൽ കുറച്ച് ഒഴിക്കുക, കൂടുതലാണെങ്കിൽ കൂടുതൽ ഒഴിക്കുക. കാരണം നല്ലപോലെ മുരിച്ചെടുത്തേക്കണ മീനായതുകൊണ്ട് മീൻ ഈ ഗ്രേവി കിടക്കുമ്പോൾ പെട്ടെന്ന് ഈ ചാറ് പറ്റിപ്പോവും. അപ്പോൾ പിന്നെ നമ്മൾ മീൻ റോസ്റ്റ് ചെയ്തതുപോലെ തിന്നേണ്ട വരും. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത്രയും വെള്ളം ചേർത്തേക്കേണ്ടത്. ഞാൻ ഇത്തിരിയും കൂടി വെള്ളം ഒഴിക്കേണ്ടത് എന്തായാലും ഒന്ന് ചാറായിട്ടിരിക്കാൻ. ആ ചാറിൽ കിടന്ന് മീനിലേക്ക് ഈ അരപ്പെല്ലാം പിടിച്ച് നല്ല പെരണ്ട പരുവത്തിലിരിക്കും മീനച്ചാറ്. ഇപ്പോൾ പച്ചക്കറിയൊക്കെ വെക്കണ സമയത്താണെങ്കിൽ നമുക്ക് ഒരു കഷ്ണം അച്ചാർ എടുത്തു കഴിഞ്ഞാൽ നല്ല കുശാലായിട്ട് ചോറിന് വിരുന്നാർക്ക് വരുമ്പോഴും കൊടുക്കുക, വീട്ടുകാർക്ക് ഉപയോഗിക്കാം, മക്കൾക്ക് വേണമെങ്കിൽ കൊടുത്തു വിടണമെങ്കിൽ അങ്ങനെയും കൊടുത്തു വിടാം. ഞാൻ വേറെ മീനച്ചാറിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രേവി എല്ലാം പച്ചച്ചൊവയൊക്കെ മാറി ഉപ്പും പുളിയൊക്കെ നോക്കി കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അത് ഒരു ബൗളിലേക്ക് പകർത്തി വെച്ച്. അപ്പോഴേക്കും ആ സവാള ഞാൻ ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. അതിലേക്ക് ആവശ്യമായ പൊടികളെല്ലാം ചേർത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി എല്ലാം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തു. കുറച്ചിറച്ചിയിലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത്രയും മതിയല്ല. അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റ് ആവുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കണം കേട്ടോ. എഡിറ്റ് ചെയ്തത് കറക്റ്റായില്ല. നേരത്തെ പാത്രത്തിലേക്ക് പകർത്തുന്നതിന് മുമ്പുള്ള സീനാണ് കേട്ടോ അത്. എല്ലാം നല്ല പെരണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടി വെള്ളം വറ്റൂട്ടോ. ഇപ്പോൾ ഒരു ഇത്തിരി ചാറ് പോലെ തോന്നുന്നില്ലേ, എന്നാലും ഇതിന് ഇച്ചിരിയും കൂടി വെള്ളം വറ്റൂട്ടോ അവിടെ ഇരിക്കുമ്പോൾ. പിറ്റേ ദിവസമുള്ള ഞാൻ കുപ്പിയിലേക്കൊക്കെ ആക്കുകയുള്ളൂ. ചൂടൊക്കെ ആറി ഉപ്പും പുളിയൊക്കെ പാകണമെന്ന് നോക്കി അതിന് ശേഷം മാത്രം കുപ്പിയിലേക്ക് പകർത്തി വയ്ക്കുകയുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇത് നന്നായിട്ട് ആറിക്കഴിയുമ്പോൾ കുപ്പിയിലിട്ടിട്ട് കുറച്ച് മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. കുറേ കാലം കേടുകൂടാതിരുന്നോളും. പുറത്ത് വയ്ക്കരുത്. പിന്നെ നനഞ്ഞ സ്പൂണൊന്നിട്ട് എടുക്കരുത് കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ ബീഫ് ചട്ടിയിലേക്ക് ഇട്ട് റോസ്റ്റ് പരുവത്തിലാക്കിയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് നല്ല പെരളം പോലെ ഇരിപ്പുണ്ട് ബീഫ്. നമുക്ക് കണ്ടപ്പോൾ ഒന്നടി പിടിച്ചെന്ന് തോന്നി ചട്ടിയുടെ, പക്ഷേ അങ്ങനെ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നാണ് ചോറൊക്കെ ഉണ്ടത്. നേരത്തെ പറഞ്ഞിട്ടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഉള്ള സാധനങ്ങൾ വെച്ച് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് കൊടുക്കുക. 2 മുട്ടയും കൂടി വറുത്ത് അങ്ങനെ ഹാപ്പി ആയിട്ട്. ഇതൊക്കെ ആയിരുന്നു വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചോറും കറികളൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചോറൊക്കെ കൊണ്ടുകഴിഞ്ഞ് പിന്നെ അടുത്ത പണിയെന്ന് പറയുന്നത് പാത്രം കഴുകലാണല്ലോ. ഒരു ലോഡ് പാത്രങ്ങളുണ്ടാവും. കുറേയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴുകി മാറ്റിയായിരുന്നു. പിന്നെ അവസാനം എല്ലാം കൂടി ബാക്കി ഉണ്ടായിരുന്ന എല്ലാം കൂടി കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ പരിപാടികൾ കഴിയും. വേറെ പ്രത്യേകിച്ച് ഇനി വൈകുന്നേരത്തേക്കൊന്നും തയ്യാറാക്കാനില്ല. ഉള്ളതിൻ്റെ ബാക്കിയെല്ലാം കൂട്ടി വൈകുന്നേരത്തേക്ക് എടുക്കാം നമുക്ക്. പാത്രം കഴുകി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വല്ല തുണി അലക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മടക്കി വയ്ക്കാമെന്നുള്ളൊരു പണി മാത്രമേ ഉണ്ടാവുള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ ഒരു ചായ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും. അപ്പോൾ പാത്രങ്ങൾ കൂട്ടിയിട്ട് കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം നിന്ന് പാത്രം കഴുകേണ്ടി വരും. അപ്പോൾ പറ്റണോടത്തോളം പാത്രങ്ങൾ അപ്പാപ്പ കഴുകി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഭാരം കുറയും. അല്ലെങ്കിൽ ഇങ്ങനെ കൂടി കിടക്കണ കാണുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പിന്നെ അവിടെയുള്ള തിണ്ണ സ്ലാബ് ഒക്കെ ഒന്ന് തുടച്ചൊക്കെ ഇട്ടു. പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ ഇത് പകർത്തിയതിട്ടോ. ഇങ്ങനെ മറ്റേ മീൻ അച്ചാറിട്ട് വെച്ചിട്ടേ ഇതുണ്ടോ നല്ല പെരണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും കൊടുത്തു വിടാനൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കും ഇടയ്ക്ക്. അല്ലാണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി അങ്ങനെ ഉണ്ടാക്കൽ വളരെ ചുരുക്കമാണ്. മീനച്ചാറൊക്കെ അല്ലാത്ത അച്ചാറുകളൊക്കെ ഉണ്ടാക്കും. എന്നല്ലാണ്ട് ബീഫും മീനൊന്നും അങ്ങനെ അച്ചാറിട്ട് വീട്ടിൽ വയ്ക്കില്ല. ആർക്കെങ്കിലും കൊടുത്തു വിടണമെങ്കിൽ ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും അച്ചാറൊക്കെ പകർത്താം. ഇതിപ്പോൾ ഒരു കുപ്പി കൊടുത്തു വിട്ട് പിന്നെ ഒരു ചെറിയ പാത്രത്തിൽ മാത്രം
നമ്മളിവിടെ എടുത്തു വെച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടണമെന്നൊക്കെയാണ് ആഗ്രഹം. എന്താവും എവിടം വരെ എത്തുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. വേറെ വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.